നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്റർ പഠിക്കുകയാണ് അരിത്തമെറ്റിക് പ്രൊഗ്രഷൻ. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് പ്രൊഗ്രഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? 1 ആഡ് ആയിക്കൊണ്ട് പോയി, അതായത് 1 + 1 2, 2 + 1 3, 3 + 1 ഇവിടെ 1 ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ഒരു ഈവൻ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 2, 4, 6 ഇതിലാണെങ്കിൽ എന്താണ് 2 ആണ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3, 3, 3 ഇങ്ങനെ പോകുന്ന ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ ഇതിൽ എന്താണ് ആഡ് ആവുന്നത്? 0 ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാ? ഒരു അരിത്തമെറ്റിക് പ്രൊഗ്രഷൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രൊഗ്രഷൻ ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ഈച്ച് ടേം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ ടു ദ പ്രിസീഡിംഗ് ടേം എക്സെപ്റ്റ് ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ 1 ഇത് നോക്കണ്ട, ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ. ഈ ഫസ്റ്റ് നമ്പർ ഒഴികെ ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് 1 ആഡ് ചെയ്തപ്പോഴാണ് ആദ്യത്തെ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടി. രണ്ടാമത്തേല് നോക്കുവാണെങ്കിൽ 2 ആഡ് ആയപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഇതിലാണെങ്കിൽ 0. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് പ്രൊഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം? ഒരു അരിത്തമെറ്റിക് പ്രൊഗ്രഷൻ ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ഈച്ച് ടേം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ ടു ദ പ്രിസീഡിംഗ് ടേം. ഈ ഫിക്സഡ് നമ്പറിനെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഫിക്സഡ് നമ്പറിന് നമ്മൾ ഇതില് കോമൺ ഡിഫറൻസ് എന്ന് പറയും. കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസിനെ നമുക്ക് സ്മോൾ ഡി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് എങ്ങനെ നോക്കാം? അപ്പൊ നമ്മൾ ഈ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 - 1 അതായത് സെക്കൻഡ് ടേം മൈനസ് ഇതിനെ നമ്മൾ ഓരോന്നിനെയും ടേം എന്ന് പറയും. അപ്പൊ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സെയിം നമ്പർ തന്നെ ആഡ് ആയിട്ട് വരണം. അങ്ങനെയുള്ളതിനെ മാത്രമേ നമുക്ക് AP എന്ന് പറയാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. 1, 3, 7, 9 ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് AP ആവില്ല. റീസൺ എന്താണ്? ഇവിടെ നമ്മൾ 1ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 3 കിട്ടിയത്. ഇവിടെയും 2 തന്നെ ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് AP എന്ന് പറയാൻ കഴിയും. ഇതിപ്പം അതുകൊണ്ട് ഇത് നോട്ട് AP ആണ്. അപ്പോൾ AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പർ, ആ സെയിം നമ്പർ തന്നെ ആഡ് ആയിട്ട് പോകുന്നതിനെ മാത്രമേ നമ്മൾ AP എന്ന് പറയുള്ളൂ. ആ ഫിക്സഡ് നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 2 - 1 2 - 1 1 3 - 2 1. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഇങ്ങനെ പോകും. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണം. അത് തന്നെ നമുക്ക് എന്ത് കിട്ടണം? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്താൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫിക്സഡ് നമ്പർ. ഈ ഫസ്റ്റ് നമ്പറിന് പറയുന്നത് നമ്മൾ A എന്ന് പറയും. ഫസ്റ്റ് നമ്പർ, നമ്മുടെ ഫസ്റ്റ് നമ്പർ A. അപ്പൊ ഫസ്റ്റ് നമ്പർ എയും കോമൺ ഡിഫറൻസ് ഡിയും. അപ്പൊ നമ്മുടെ AP, ഈ APന് നമ്മൾ ജനറൽ ഫോമിൽ പറയുകയാണെങ്കിൽ ജനറൽ ഫോം ഓഫ് AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഫസ്റ്റ് ടേം എന്താണ്? A. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് A + D. നമുക്ക് ഫസ്റ്റ് ടേം 1 ആണ്. 1ന്റെ കൂടെ D ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? സെക്കൻഡ് ടേം. ഇനി തേർഡ് ടേം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു D ആഡ് ചെയ്തപ്പോൾ, അതായത് സെക്കൻഡ് ടേം A + D, അതിന്റെ കൂടെ ഒരു ഡിയും കൂടി ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? നമുക്ക് തേർഡ് ടേം. അപ്പൊ നമുക്ക് തേർഡ് ടേമിന് എങ്ങനെ പറയാം? A + 2D. ഇനി അടുത്തത് എന്തായിരിക്കും? A + 2Dന്റെ കൂടെ ഒരു ഡിയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ എന്തായി? A + 3D. ജനറൽ ഫോം ഓഫ് AP എന്ന് പറയുന്നത് A + D, A + 2D, A + 3D ഇങ്ങനെ പോകും. അതുപോലെ ഈ നമ്മുടെ പറഞ്ഞില്ലേ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഫിക്സഡ് നമ്പർ. ഈ ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, അതുപോലെ 0 വരാം. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണോ നമ്മളെ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉള്ളത് അതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ 100, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. 100, 70 ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെ 70, 40 ഇതാണെങ്കിൽ നമ്മളെ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്?
സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പൊ 70 മൈനസ് 100 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് -30 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, അതുപോലെ 0 വരാം. അപ്പോൾ ജനറൽ ഫോം ഓഫ് എ പി എന്ന് പറയുന്നത് എ പ്ലസ് ഡി, A+2D അങ്ങനെ പോകുന്നത്. അതിൽ തന്നെ ഇപ്പൊ നമുക്ക് ഈ എ പിയിൽ ഒരു ലാസ്റ്റ് ടേം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഫിനിറ്റ് എ പി എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മള് 1, 2, 3, 4 എക്സെട്ര അങ്ങനെ എഴുതി ഇവിടെ 25. അപ്പൊ ഇതിനെന്തുണ്ട്? ഒരു ലാസ്റ്റ് ടേം ഉണ്ട്. അങ്ങനെയുള്ള എ പിനെ നമ്മള് ഫിനൈറ്റ് എ പി എന്ന് പറയും. ഇതാണെങ്കിൽ ഇൻഫിനൈറ്റ് എ പി ആണ്. നമുക്ക് അവസാനിക്കുന്ന നമ്പർ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള എ പിനെ ഇൻഫിനൈറ്റ് എ പി എന്ന് പറയും. ലാസ്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ അതിന് ഫിനൈറ്റ് എ പി എന്ന് പറയും. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അതുപോലെ ഇതിനെ നമ്മൾ ആദ്യത്തെ നമ്പർ A1, ഇത് A2, A3, തേർഡ് ടേം, ഫോർത്ത് ടേം A4 എക്സെട്ര, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് AN വരും. അപ്പോ എക്സസൈസ് നോക്കാം നമുക്ക്. എക്സസൈസ് 5.1 എക്സസൈസ് 5.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഡസ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്ക് ആൻ അരിത്മെറ്റിക് പ്രൊവിഷൻ ആൻഡ് ബൈ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് അരിത്മെറ്റിക് പ്രൊവിഷൻ ആവുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ വെൻ ദ ഫെയർ ഈസ് ₹15 ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ ആൻഡ് ₹8 ഫോർ ഈച്ച് അഡീഷണൽ കിലോമീറ്റർ. അപ്പോൾ ഫസ്റ്റ് കിലോമീറ്ററിന് ₹15. പിന്നെ പറയുന്നത് ഫോർ അഡീഷണൽ ഓരോ കിലോമീറ്ററിന് എന്തുണ്ട്? ₹8 കൂടി വരുന്നു. അപ്പോൾ ഫസ്റ്റ് 15, അടുത്തത് എന്താണ്? 15 + 8, അതിന്റെ അടുത്തതിന് 15 + 8 + 8. അപ്പൊ ഇത് നമുക്ക് എ പി ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ 23 + 8 31. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറൻസ് സെയിം ആണ്, 8 ആണ് നമ്മുടെ ഡിഫറൻസ്. അപ്പൊ ഇതെന്താണ്? എ പി ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പി ആണ്. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ എമൗണ്ട് ഓഫ് എയർ പ്രസന്റ് ഇൻ എ സിലിണ്ടർ വെൻ വാക്വം പമ്പ് റിമൂവ്സ് 1/4 ഓഫ് ദ എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ അതിലുള്ള എമൗണ്ട് ഓഫ് എയർ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നില്ലായിരിക്കും. അപ്പൊ എക്സിന്റെ ഓരോ പ്രാവശ്യം വേക്കൻ പമ്പ് റിമൂവ് ചെയ്യുന്ന 1/4 ഓഫ് ദ എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. അപ്പൊ ഈ എക്സിന്റെ 1/4x ആണ് ഓരോ ടൈമും റിമൂവ് ചെയ്യുന്നത്. ആദ്യം എക്സ് ആണെങ്കിൽ അടുത്തത് എക്സിന്റെ 1/4x റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ 1 - 1/4 എക്സ് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് പുറത്തേക്ക് എടുത്ത് 1 - 1/4. അപ്പൊ എക്സ് ഇൻറ്റു ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 - 1 എക്സ് ഇൻറ്റു 3/4. അപ്പൊ 3/4x ആണ് നമുക്ക് സെക്കൻഡ്. ഇനി എന്താവും? അടുത്തതില് 3/4x 1/4 ഓഫ് 3/4x ആണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായി നമ്മുടെ ഇക്വേഷൻ? അതായത് 3/4x രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, പുറത്തേക്ക് എടുത്ത് 1. അപ്പോൾ ഇത് എന്ത് കിട്ടി നമുക്ക്? 3/4x ഇൻറ്റു 3/4. അപ്പൊ 9/16x ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതില് നമുക്ക് ഡിഫറൻസ്, അതായത് ഈ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് സെയിം ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്. വേണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് 3/4x മൈനസ് എക്സ് എന്നുള്ളതായിരിക്കില്ല 9/16x മൈനസ് 3/4x കിട്ടുന്നത്. അതായത് ഡി ഈസ് നോട്ട് സെയിം ആണ്. നോട്ട് സെയിം ആണെങ്കിൽ അത് എന്തായിരിക്കും? എ പി ആയിരിക്കില്ല. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ ആഫ്റ്റർ എവറി മീറ്റർ ഓഫ് ഡിഗിങ് വെൻ ഇറ്റ് കോസ്റ്റ് ₹150 ഫോർ ദ ഫസ്റ്റ് മീറ്റർ ആൻഡ് റൈസസ് ബൈ ₹50 ഫോർ ഈച്ച് സബ്സിക്വന്റ് മീറ്റർ. അപ്പൊ അത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ആദ്യം 150, പിന്നെ എന്താവുന്ന 150ന്റെ കൂടെ 50 ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പൊ 50, പിന്നെ അടുത്തത് 200 + 50 250, അതായത് 150 200
250 ഇങ്ങനെയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതെന്താണ്? AP ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ അക്കൗണ്ട് എവറി ഇയർ വെൻ 10,000 ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 8% പെർ ആനം. അപ്പൊ ഇതില് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആഡ് ആയിക്കൊണ്ട് പോകും അല്ലെ. അപ്പോ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്തായിരുന്നു? P × 1+R/100⁻n. ഇവിടെ P എന്ന് പറയുന്നത് 10,000 × 1+R എന്ന് പറയുന്നത് 8/100. ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 1 വരും. അപ്പൊ ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കുമ്പോൾ 10,000 × ഇത് 108, അതായത് 100 × 1 + 8, 108/100. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടും? 2 0 ക്യാൻസൽ ആയി 100 കിട്ടും. ഇത് കിട്ടി. ഫസ്റ്റ് ഇയറിന് കിട്ടിയത് ഇത്രയും എമൗണ്ട്. ഇനി സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ എന്താവും? 10,000 × 1 + 8/100⁻². അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറി? × 108/100 × 108/100. ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കുകയാണെങ്കിൽ 4 0 ക്യാൻസൽ ആയി. ഇതിനെ ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11,664. ഇത്രയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം 10,000 ആയിരുന്നു, പിന്നീട് നമുക്ക് കിട്ടിയത് എത്ര? 10,800, പിന്നെയോ 11,664. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കി നോക്കാം. ഡിഫറൻസ് സെയിം ആണെങ്കിൽ AP ആവും. അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 800 ആണ്. ലാസ്റ്റിൽ 664 മൈനസ് 10,800. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 864 ആണ്. അടുത്ത ഡിഫറൻസ് കിട്ടുന്നത് 864. അപ്പോൾ ഇവിടെ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്നില്ല, അതുകൊണ്ട് നോട്ട് ആൻ AP. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതില് write first 4 terms of the AP when the first term A and the common difference D are given. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് റൈറ്റ് ഫസ്റ്റ് 4 terms ഓഫ് ദ AP. 4 terms ആണ് എഴുതേണ്ടത്. നമുക്ക് എങ്ങനെയാ എഴുതാം? അപ്പോൾ 10 ആദ്യത്തെ നമ്മുടെ APന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് A + D, A + 2D ഇങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യത്തെ ടേം A എന്ന് പറയുന്നത് 10, അടുത്തത് 10 + 10 20, അടുത്തത് 30, 40, 50 പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത് അതിൽ A = -2, D = 0. അപ്പോൾ D 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? -2 -2 -2 പോയിക്കൊണ്ടിരിക്കും. അടുത്തത് A = 4, D = -3. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യത്തത് 4, പിന്നെ 4 - 3, 4 - 3 എന്ന് പറയുമ്പോൾ 1, അടുത്തത് 1 - 3, അപ്പോൾ -2, പിന്നെ -2 - 3 -5. ഇങ്ങനെ കിട്ടും നമുക്ക്. അടുത്തത് A = -1, A = -1, D = 1/2. അപ്പോൾ നമ്മുടെ AP എന്ന് പറയുന്നത് A - 1, അപ്പോൾ -1. ഇനി -1 + 1/2. അപ്പോൾ -1 + 1/2 എന്ന് പറയുമ്പോൾ -2 + 1/2 = -1/2. അടുത്തത് -1/2 വരും. പിന്നെ -1/2 + 1/2 എന്ന് പറയുമ്പോൾ 0 ആയി. ഇനി അടുത്തത് 0 + 1/2 1/2. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ A -1.25, A എന്ന് പറയുന്നത് -1.25, D എന്ന് പറയുന്നത്
-0.25. അപ്പൊ നമ്മുടെ എ പി എന്ന് പറയുന്നത് -1.25. പിന്നെ അടുത്തത് എന്ത് കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്യാം. -1.25 എന്ന് പറയുമ്പോൾ 5 -1.50. അടുത്തത് ഇതിന്റെ കൂടെ 25 ആഡ് ചെയ്യാം. അപ്പം -1.75. പിന്നെ അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഫോർ ദ ഫോളോയിങ് APs റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. അത് ഈസി ആണല്ലോ. നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ, അതിൽ APയില് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആദ്യത്തേത്. ഇപ്പോൾ 3 ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 - 3 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 1 - 3 എന്ന് പറയുമ്പോൾ -2. അപ്പൊ എ എന്ന് പറയുന്നത് 3, ഡി എന്ന് പറയുന്നത് -2. ഇനി അതില് സെക്കൻഡ് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് -5, ഡി എന്ന് പറയുന്നത് -1 -5. അപ്പൊ -1 + 5 എന്ന് പറയുമ്പോൾ 4. ഡി എന്ന് പറയുന്നത് 4 കിട്ടി നമുക്ക്. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. തേർഡിൽ എ എന്ന് പറയുന്നത് 1/3, ഡി എന്ന് പറയുന്നത് 5/3 - 1/3. 5/3 - 1/3 എന്ന് പറയുമ്പോൾ എന്തായി? 5 - 1 4/3. അപ്പൊ ഡി 4/3. അടുത്തത് ഫോർത്തില് എ എന്ന് പറയുന്നത് 0.6, ഡി എന്ന് പറയുന്നത് 1.7 0.6 മൈനസ് ചെയ്യുക. 1.7 - 0.6. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1.7 ആണ്. അതിൽ നിന്ന് 0.6 മൈനസ് ചെയ്യും. അപ്പൊ 1.7 0.6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? 1.1. തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ, കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, which of the following are APs? If they form an AP, find the common difference and write 3 more terms. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർത്തിൽ 1 എന്ന് പറയുന്നത് 2 4 8 16 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ ഇത് AP ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ചെക്ക് ചെയ്യണം. അതായത് ഡി എന്ന് പറയുന്നത് A2 - A1, അതുപോലെ A3 - A2, പിന്നെ എന്ത് ചെയ്യണം? A3 - A2, A4 - A3. ഇതെല്ലാം നമുക്ക് ഈ സെയിം ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇത് AP ആണെന്ന് പറയാൻ പറ്റും. അതായത് AP ചെക്ക് ചെയ്യാൻ പറഞ്ഞു നമ്മളെല്ലാം ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യത്തെ 4 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 8 - 4. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയത് AP അല്ല. പിന്നെ 16 - 8. അപ്പോ ഇത് ഇസ് നോട്ട് AP. ഫിക്സഡ് നമ്പർ അല്ല ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് AP അല്ല. അടുത്തത് സെക്കൻഡ് 2 5/2 3 7/2. അപ്പൊ ഇത് AP ആണോ എന്ന് ചെക്ക് ചെയ്യണം. AP ആണെങ്കിൽ നെക്സ്റ്റ് എത്ര ടേം എഴുതാൻ പറഞ്ഞ 3 more ടേംസ് എഴുതണം. അപ്പൊ ആദ്യം AP ആണെന്ന് നോക്കാം. D = 5/2 - 2. 5/2 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 - 4/2 = 1/2. ഇനി അടുത്തത് 3 - 5/2. 3 - 5/2 എന്ന് പറയുമ്പോൾ 6 - 5. 6 - 5/2 1/2. അപ്പൊ അത് സെയിം ആയി കിട്ടി. അടുത്തത് 7/2 - 3. 7/2 - 3 എന്ന് പറഞ്ഞാൽ 7 - 6/2 = 1/2. അപ്പോൾ ഇവിടെ നമ്മുടെ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്നത് കൊണ്ട് ഇത് ഫോംസ് ആൻ AP ആണ്. അപ്പൊ AP ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണം. അപ്പൊ നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? 7/2 + 1/2. 7/2 + 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/2. അപ്പൊ 4.
നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 4. പിന്നെ എന്ത് കിട്ടും നമുക്ക്? അടുത്തത് 4 + 1/2. 4 + 1/2 എന്ന് പറയുമ്പോൾ 8. 8 + 1 9/2. അപ്പൊ അടുത്തത് 9/2. ഇനി അടുത്തത് കിട്ടാൻ വേണ്ടി 9/2 + 1/2. 9/2 + 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/2. 10/2 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ നെക്സ്റ്റ് 3 ടേംസ് നമുക്ക് കിട്ടി. 4, 9/2, 5. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതില് തേർഡ് നോക്കാം. തേർഡ് എന്ന് പറയുന്നത് അതില് -1.2 -3.2 -5.2 -7.2. അപ്പൊ ഇത് AP ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ D എന്ന് പറയുന്നത് -3.2 മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പോൾ +1.2. 3.2 1.2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ആണ് കിട്ടുന്നത്, അതായത് -2. ഇനി അടുത്തത് -5.2 3.2. അപ്പോൾ ഇതും -2. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് -2 ആണ് കോമൺ ഡിഫറൻസ്. -7.2 മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പൊ -7.2 + 5.2 എന്ന് പറഞ്ഞാലും അതും -2 തന്നെ. അപ്പൊ D സെയിം ആയിട്ട് വരുന്നത് കൊണ്ട് AP ആണ്. നെക്സ്റ്റ് 3 ടേംസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇനി ആഡ് ചെയ്യാം. -7.2 + -2. അപ്പൊ എന്തായി? -9.2. അപ്പൊ അടുത്ത ടേം എന്ന് പറയുന്നത് -9.2. പിന്നെ എന്ത് വരും? -11.2 -13.2. ഇതിന് കൂടെ ഒരു -2 ആഡായി പോകും. നമുക്ക് നെക്സ്റ്റ് 3 ടേംസ് കിട്ടി. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. -10 -6 -2.2. അപ്പൊ ഇങ്ങനെയാണ്. അത് AP ആണോ എന്ന് ചെക്ക് ചെയ്യാം. -6 D എന്ന് പറയുന്നത് -6 + 10. അപ്പൊ എന്തായി? 4. അടുത്തത് -2.2 + 6. അപ്പൊ എന്ത് കിട്ടും? 6 2.2. അപ്പൊ അവിടെ സെയിം ആയിട്ട് വരുന്നില്ല. 3.8 ആണ് വരുന്നത്. അപ്പൊ നോട്ട് AP. ഫോർത്ത് നോട്ട് AP. അപ്പോൾ അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 3 + √2 3 + 2√2 3 + 3√2. അപ്പൊ ഇങ്ങനെയാണുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ D കണ്ടു നോക്കാം. D എന്ന് പറയുന്നത് 3 + √2 -3. അപ്പൊ 3 ക്യാൻസൽ ആയി. എന്ത് കിട്ടി നമുക്ക്? √2. അപ്പൊ അതേ തന്നെയാണ് എല്ലാ ഇതിലും വരിക. 3 + 2√2 -3 + √2. അപ്പൊ എങ്ങനെ കിട്ടും നമുക്ക്? 3 + 2√2 -3 -√2 = 3 ക്യാൻസൽ ആയി. 2√2 -√2 എന്ന് പറയുന്നത് √2. അപ്പൊ ഇത് √2 തന്നെയാണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് AP ആണ്. അപ്പൊ അടുത്ത ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 3 + 3√2 + √2. അപ്പൊ എന്തായി? അത് 3 + 4√2. അടുത്തത് 3 + 5√2. അടുത്തത് 3 + 6√2. പോയിക്കൊണ്ടിരിക്കും. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. 0.2 0.22 0.222. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് AP അല്ല. കാരണം D = 0.22 - 0.2. അപ്പൊ എന്താ കിട്ടുക? 0.22 - 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. D എന്ന് പറയുന്നത് ആദ്യം 0.02 കിട്ടി. അടുത്തത് 0.222 - 0.22. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ സെയിം ആയിരിക്കില്ല. ഡിഫറൻസ് സെയിം അല്ലാത്തത് കൊണ്ട് AP. അടുത്തത് സെവൻത് ക്വസ്റ്റ്യൻ. 0 -4 -8 -12.
അപ്പൊ ഇത് ആദ്യം നമുക്ക് ഡി ചെക്ക് ചെയ്യാം. ഡി എന്ന് പറയുന്നത് -4 -0 എന്ന് പറയുന്നത് ആദ്യത്തേല് ഡി -4 കിട്ടി. അടുത്തതില് -8 -4. അപ്പൊ എന്തായി -8 + 4 -8 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4. ഇനി -12 പ്ലസ് അപ്പൊ -4. ഡി സെയിം ആയിട്ട് വരുന്നത് കൊണ്ട് എ പി ആണ്. എ പി ഇനി എന്ത് ചെയ്യണം? ഇതിന് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ -16 -20 -24. അടുത്തത് 8th ക്വസ്റ്റ്യൻ. -1/2 -1/2 -1/2. അപ്പൊ ഇതെന്താണ്? എ പി ആണ്. ഡിഫറൻസ് 0 ആണ്. ഡിഫറൻസ് 0 ആയതുകൊണ്ട് എ പി -1/2 തന്നെ. അടുത്തത് 9th. 1 3 9 27. അപ്പൊ ഇങ്ങനെയാണുള്ളത്. ഇതില് ഡിഫറൻസ് നമ്മൾ നോക്കുക. 3 - 1 2. ആദ്യത്തേതിൽ നമുക്ക് D2 കിട്ടി. 9 - 3 3 ആണ് 6. അപ്പോൾ ഡി സെയിം അല്ല. അപ്പോൾ നോട്ട് എ പി. അടുത്തത് 10th ക്വസ്റ്റ്യൻ. A 2A 3A 4A ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഡി എന്ന് പറയുന്നത് 2A - A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ. അടുത്തത് 3A - 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ. 4A - 3A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ. അപ്പോൾ ഡിഫറൻസ് സെയിം ആണ്. എ പി ആണ്. അടുത്തത് എന്തായിരിക്കും? 5A 6A 7A. ആ എ ഏഡായി പോകും. 4A + A എന്ന് പറഞ്ഞാൽ 5A 5A + A 6A 6A + A 7A. അടുത്തത് 11th ചെയ്യാം. അടുത്തത് 11th എന്ന് പറയുന്നത് A² A³ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് എ പി അല്ല. അതായത് ഡി എന്ന് പറയുന്നത് A² - A. അടുത്തത് A³ - A². അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് ഡി സെയിം അല്ല. അപ്പൊ അത് എ പി അല്ല. ഇനി 12th ക്വസ്റ്റ്യൻ. അതില് √2 √8 √2 √8 √18 √32. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമ്മൾ ഇത് സെയിം ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് എ പി എല്ലാം എഴുതാൻ പാടില്ല. അപ്പോൾ √8 നമുക്ക് എങ്ങനെ എഴുതാം? √8 പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 4 2 2. അപ്പോൾ 2√2 ആയി. √8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായി മാറി? = 2√2. അതുപോലെ √18 എന്ന് പറയുന്നത് 2 9 3 3. അപ്പൊ √18 എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. √2 2√2. അടുത്തത് 3√2. √32 എന്ന് പറയുന്നത് ഇപ്പൊ 32 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 16 4 4. അപ്പൊ അടുത്തത് 4√2. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എ പി ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡി എന്ന് പറഞ്ഞാൽ 2√2 - √2 √2 3√2 - 2√2 √2. അപ്പൊ ഇത് എ പി ആണ്. അടുത്ത ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5√2 6√2 7√2 എന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 12th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതില് 13th √3 √6 √9 √12. അപ്പൊ ഇതില് നമുക്കിപ്പോ √6 മാറ്റി എഴുതാൻ കഴിയില്ല. √6 എന്ന് പറയുന്നത് എന്താ? 2 × √3. രണ്ടിനും പെയർ ഇല്ല. അപ്പൊ നമുക്കത് റൂട്ടിന് പുറത്തൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പൊ ഇതില് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്തായാലും സെയിം ആയിരിക്കില്ല. √6 - √3 √9 എന്ന് പറയുന്നത് 3 - √6. അപ്പൊ അത് കോമൺ ഡിഫറൻസ് സെയിം അല്ലാത്തത് കൊണ്ട് എ പി അല്ല എന്ന് പറയാം. അടുത്തത് 14th ക്വസ്റ്റ്യൻ. 1² 3² 5² 7². ഇങ്ങനെയാണ് ഉള്ളത് നമ്മുടെ എ പി. അപ്പോൾ ഇത് എ പി ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഡി എന്ന് പറയുന്നത് 9 - 1 8. അടുത്തത് ഡി എന്ന് പറയുന്നത് 25 - 9 25 - 9 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടില്ല. സെയിം ആയിട്ട് കിട്ടില്ല. 60. അപ്പൊ ഇത് എ പി അല്ല. അടുത്തത് 15th ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1² 5²
7 സ്ക്വയർ പിന്നെ 73. അപ്പോൾ ഇത് എ പി ആണോ നോക്കാം. അതായത് ഡി എന്ന് പറയുന്നത് 25 മൈനസ് 1, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 മൈനസ് 1 24. അടുത്തത് ഡി എന്ന് പറയുന്നത് 49 മൈനസ് 25, അതും എന്താണ് 24. അടുത്തത് 73 മൈനസ് 49, അതും 24. അപ്പോൾ ഇത് എ പി ആണ്. എ പി ആണെങ്കിൽ ഡിഫറൻസ് 24 ആണ്. നെക്സ്റ്റ് 3 ടേംസ് എഴുതണം. അപ്പോൾ 73ന്റെ കൂടെ 24 ആഡ് ചെയ്യുക. 73 പ്ലസ് 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97. അടുത്തത് 97 പ്ലസ് 24 എന്ന് പറയുമ്പോൾ 121. 121ന്റെ കൂടെ 24 ആഡ് ചെയ്യുമ്പോൾ 145. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് 97, 121, 145. അപ്പോൾ ആ എക്സസൈസ് കഴിഞ്ഞു. ഇതില് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് nth ടേം ഒക്കെ എന്താണെന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.